ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പരിശോധിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. CPO WCPO 2025 പരീക്ഷ ഇതാ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് മാറി അല്ലേ? മാറിയ സിലബസ് അറ്റ് PYQ എന്നതാണ് നമ്മുടെ ടോപ്പിക്. അതായത് മാറിയ സിലബസിനെ അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളിൽ കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിലബസ് ഇപ്പൊ മാറിയതേ ഉള്ളൂ. ഇതേ കണ്ടന്റിലെ ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെ മാറിയ സിലബസുമായി ബന്ധപ്പെടുത്താം എന്ന കാര്യമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിലാണ്? ആ ചോദ്യമാണ്, ഏതൊക്കെ നിയമങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത്? ഏതൊക്കെ നിയമങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിലെ 3 ക്രിമിനൽ നിയമങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ഒന്നാമത്തെ നിയമം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം, 3 ക്രിമിനൽ നിയമങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ IT ആക്ട് 2000 സെക്ഷൻ 7-8 എന്ന ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തു. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നോർക്കുക. IT ആക്ട് 2000 കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? സെക്ഷൻ 78, പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ്. പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് എന്നൊരു ഭാഗം IT ആക്ടിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോ 3 ക്രിമിനൽ നിയമങ്ങളുടെ പേര് മാറി എന്ന് പറഞ്ഞില്ലേ? ഒന്നാമത്തത് നമ്മുടെ അറിയാം, ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 പകരം വന്ന നിയമത്തിന്റെ പേര് ഭാരതീയ ന്യായ സംഹിത 2023. കണ്ടോ, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ പഴയ IPC ആണ്. അടിമുടി വകുപ്പുകളെല്ലാം തന്നെ മാറി. അതുകൊണ്ട് പഴയ നിയമം നമുക്കിനി വേണ്ട. IPC നമുക്കിനി പഠിക്കേണ്ടതില്ല കേട്ടോ. കോടതികളിലൊക്കെ ഇപ്പോഴും IPC ഉപയോഗിക്കുന്നുണ്ട്, പഴയ കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ. പക്ഷെ നമുക്ക് CPO കാർക്ക് ഇനി IPC വേണ്ട. ഏത് മതി? നമുക്കറിയാം, ഭാരതീയ ന്യായ സംഹിതയാണ്. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ഇന്ത്യൻ തെളിവ് നിയമം 1872, അതിന് പകരം വന്ന നിയമത്തിന്റെ പേര് ഭാരതീയ സാക്ഷി അധിനിയം. നമുക്കിനി പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടും വേണ്ട. പകരം വന്ന നിയമത്തിന്റെ പേര് ഭാരതീയ സാക്ഷി അധിനിയം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട നിയമമാണ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973, CRPC 1973 പകരം വന്ന നിയമത്തിന്റെ പേര് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഈ 3 നിയമങ്ങളിലാണ് കാതലായ മാറ്റങ്ങൾ ഉണ്ടായത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിലെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, സമാനമായ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു സെക്ഷനാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സിലബസിൽ പ്രതിപാദിക്കുന്ന ടോപ്പിക്കുകൾ ഇവയാണ്. സെക്ഷൻ A മുതൽ Z വരെ, അതിലെല്ലാ പിന്നീട് നിർവചനങ്ങളും നിങ്ങൾക്ക് പഠിക്കേണ്ട. ഡെഫിനിഷൻ, അതായത് അധ്യായം 1 പ്രിലിമിനറി എന്ന അധ്യായത്തിലെ ചാപ്റ്ററിലെ സെക്ഷൻ 2 ഡെഫിനിഷൻസിനെ പറ്റി പറയുന്നു. അതിൽ A കഴിഞ്ഞാൽ പിന്നെ B ഇല്ല, C ഉള്ളൂ. പിന്നെ D ഒന്നുമില്ല, G ആണ്, H, I, കണ്ടോ, L, O കഴിഞ്ഞ X ആണ്, Y, Z. അപ്പൊ ഇത്രയും സെഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കും അല്ലെ? പിന്നീട് അടുത്തൊരു ഭാഗമാണ് പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി പോലീസ് ആൻഡ് മജിസ്ട്രേറ്റ് എന്നറിയപ്പെട്ട ഭാഗം. സെക്ഷൻ 30 തുടങ്ങി 34 വരെ 5 വകുപ്പുകൾ. വളരെ വാസ്റ്റ് ആയിട്ടൊരു സാധനമാണ്. 30 മുതൽ 34 വരെ അവിടെ ഉള്ളത്. അതിനുശേഷം നിങ്ങളുടെ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറയുന്നത് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ആണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. 35 തുടങ്ങി അത് ഏതാണ്ട് 61 വരെ, 35 തുടങ്ങി 61 വരെ നീളുന്ന അതിൽ അധികം ഒഴിവാക്കാനില്ല, മിക്ക വകുപ്പുകൾ ഉണ്ടെന്നുള്ളതാണ്. അറസ്റ്റ് ഓഫ് എ പേഴ്സൺ എന്നത് വലിയൊരു ചാപ്റ്ററായി. നേരത്തെ പഴയ നിങ്ങളുടെ CRPCയിൽ ഇത്രയും ഉണ്ടായിരുന്നില്ല. അടുത്തത് സമൻസ് ആൻഡ് വാറണ്ട് എന്ന ടോപ്പിക്കാണ്. സമൻസ് ആൻഡ് വാറണ്ട്. സമൻസ് എന്താണ്, വാറണ്ട് എന്താണ്? അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് 63 തുടങ്ങി ഏതാണ്ട് 82 വരെ. 63 തുടങ്ങി 82 വരെ നീളുന്നതാണ് ആ ഒരു ഭാഗം. അടുത്തത് സെർച്ച് ആൻഡ് സീഷറുമായി ബന്ധപ്പെട്ട് 96 തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ 96 തുടങ്ങി 110 വരെ നീളുന്ന ഭാഗമാണ് ഭാരതീയ നാഗരിക സംഹിതയിൽ. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ്
ട്രാങ്ക്യുലിറ്റി എന്നറിയപ്പെട്ട ഭാഗം 148 മുതൽ 151 വരെ. അതുപോലെ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദി പോലീസ് മറ്റൊരു ഭാഗം പ്രിവെന്റീവ് ആക്ഷൻ ആണ് 168 മുതൽ 172 വരെ. അതുപോലെ ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, ഇത് പഴയ നിങ്ങളുടെ CRPC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് തന്നെ ഇവിടെ ആവർത്തിക്കുന്നുള്ളതേ ഉള്ളൂ. ഇവിടെ സെഷൻസ് ഒക്കെ മാറി, പഴയ വകുപ്പൊക്കെ മാറി. ഇവിടെ 173 തുടങ്ങി 196 വരെ നീളുന്ന ടോപ്പിക്. ഇത്രയുമാണ് നിങ്ങളുടെ എന്താണ് BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ടോപ്പിക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്കിതിലെ ഓരോ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ അല്ലേ? ഫസ്റ്റ് ചോദ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഈ മുഴുവൻ ആളുകൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ചോദ്യം കണ്ടേ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2023 ഏത് നിയമനിർമ്മാണ നിയമസംഹിതയെ മാറ്റി സ്ഥാപിക്കുന്നു എന്നാണ് ചോദ്യം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പിന്നീട് എന്താണ് ഈ പഴയ ഏതോ നിയമത്തിനെ മാറ്റി സ്ഥാപിച്ച് നിലവിൽ വന്നതാണ് ഭാരതീയ നാഗരിക് സുരക്ഷ. ആ പഴയ നിയമം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇന്ത്യൻ പീനൽ കോഡ് 1860, ഓപ്ഷൻ ബി ക്രിമിനൽ നടപടി ക്രമക്കോഡ് 1973, ഓപ്ഷൻ സി ഇന്ത്യൻ തെളിവ് നിയമം 1872, ഓപ്ഷൻ ഡി ഇന്ത്യൻ കോൺട്രാക്ട് നിയമം 1872. അപ്പൊ ഒറ്റ ഉത്തരം ഇവിടെ ശരിയുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റും. ഏതിന് പകരം വന്ന നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത? ഓപ്ഷൻ അതെ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ക്രിമിനൽ നടപടിക്രമ കോഡ് എന്നാണ് 1973. മലയാളം പറഞ്ഞാൽ ക്രിമിനൽ നടപടി നിയമസംഹിത അല്ലെങ്കിൽ ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനധികം വിശദീകരണമൊന്നും വേണ്ട. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പഴയ CRPC 1973 അല്ലെ, അതിന്റെ പിന്നെ എന്താ പറയാ എലാബറേഷൻ ആണ് എഴുതി വെച്ചിരിക്കുക. CRPC എഴുതുമ്പോൾ ആർ എപ്പോഴും സ്മോൾ ആയിരിക്കണം, ബാക്കിയെല്ലാം ക്യാപിറ്റലും ആയിരിക്കണം. CRPC. അപ്പൊ CRPC 1973 പകരം നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിലവിൽ വന്നത് 2024 ജൂലൈ 1. ഈ 3 നിയമങ്ങളും സെയിം ഡേറ്റ് ആണ്. 2024 ജൂലൈ 1, 24 ജൂലൈ 1. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നിയമത്തിനൊപ്പം 2024 എന്ന് ഉപയോഗിക്കാത്തത്? 2023 പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത്. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പാസ്സാക്കിയ വർഷത്തിലാണ് എല്ലാ നിയമത്തിനൊപ്പം ഉണ്ടായിരിക്കുക. നിലവിൽ വന്ന വർഷം ആയിരിക്കില്ല. അതുകൊണ്ടാണ് 2023. ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 നൽകിയിട്ടുള്ള വിഭാഗം അനുസരിച്ച് ഗോത്ര മേഖലകൾ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. കണ്ടോ? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 നൽകിയിട്ടുള്ള വിഭാഗം, അതായത് ഏതോ സെക്ഷൻ ഏതാണെന്ന് പറയുന്നില്ല, പ്രകാരം അനുസരിച്ച് ഗോത്ര മേഖലകൾ ട്രൈബൽ ഏരിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ഇവിടുത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഇന്ത്യയിലെ എല്ലാ ഗോത്ര മേഖലകളും, ഓപ്ഷൻ ബി ഷില്ലോങ്ങിന്റെ മുനിസിപ്പാലിറ്റിയിലുള്ളവ ഒഴികെ 1972 ജനുവരി 21 മുൻപ് അസാമിലെ ഗോത്ര മേഖലകൾ ഉൾപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ, ഓപ്ഷൻ സി ഷില്ലോങ് മുനിസിപ്പൽ പരിധിക്കുള്ളിലെ ഗോത്ര മേഖലകൾ, ഓപ്ഷൻ ഡി 1972 ശേഷം നിർവചിക്കപ്പെട്ട ഗോത്ര മേഖലകൾ. ഉണ്ടോ? അപ്പൊ ട്രൈബൽ ഏരിയയെ പറ്റിയാണ് ഇവിടെ ചോദ്യം. എന്താണ് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒറ്റ വാക്കിൽ ചോദിക്കുകയാണ്, BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യയിൽ എവിടെയെല്ലാം ബാധകമാണ്, എവിടെയെല്ലാം ബാധകമല്ല എന്നൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എവിടെയെല്ലാം ബാധകമാണെന്ന് വെച്ചാൽ? ഒന്നും ആലോചിക്കണ്ട, ഹോൾ ഇന്ത്യ മുഴുവൻ ഇത് ബാധകമാണ്. പക്ഷേ എന്താണ് ഒരു പക്ഷേ? പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങളിൽ ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ എല്ലാ നിയമങ്ങളും ബാധകമല്ല. 3 ചാപ്റ്റേഴ്സ്, അധ്യായങ്ങൾ മാത്രമേ ബാധകമായിട്ടുള്ളൂ. അധ്യായം 9, അധ്യായം 11, അധ്യായം 12. ഇത് 3 മാത്രം ബാധകമായിട്ടുള്ള 2 പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്. പറയാമോ? ഒന്ന് നാഗാലാൻഡ് ആണ്, 2 ഗോത്രവർഗ പ്രദേശങ്ങൾ. ഇന്ത്യയിലെ ഏത് ഗോത്രവർഗ പ്രദേശമാണോ അവിടെയല്ല. ഈ 2 സ്ഥലങ്ങളിൽ CRPC, പഴയ CRPC അല്ലെങ്കിൽ പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ
3 അധ്യായങ്ങൾ മാത്രമാണ് ബാധകം. ഏതൊക്കെയാ 3 അധ്യായങ്ങൾ? 9, 11, 12. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെയാണ് ഗോത്രവർഗങ്ങൾ എന്തെന്ന് പറയുന്നു. ഗോത്രവർഗ മേഖലകളുടെ നിർവചനം വ്യക്തമായിട്ട് ആ നിയമത്തിൽ പറയുന്നു. ഇത് അധ്യായം 1 സെക്ഷൻ 1 ഈ ഭാഗങ്ങളെല്ലാം പറയുക. നമ്മൾ അങ്ങോട്ട് നോക്കാം. എന്താണെങ്കിലും ഓർക്കണം, ഇവിടെ പറയുന്നത് 1972 ജനുവരി 21 മുൻപ് ഇന്ത്യയിലെ ഗോത്രവർഗ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ, അപ്പൊ ഗോത്രവർഗ മേഖലകളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം എന്താണ്? ഷെഡ്യൂൾ 6. ഷെഡ്യൂൾ 6 ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗോത്രവർഗ മേഖലകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് പറയുന്നു, ആസാമിലെ ഷില്ലോങ് മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള പ്രദേശങ്ങൾ, ഷില്ലോങ് മുനിസിപ്പാലിറ്റി ഈ ഗോത്രവർഗ പ്രദേശങ്ങൾ എന്ന പരിധിയിൽ പെടുന്നതല്ല എന്ന കാര്യം ഓർക്കണം. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു ഇവിടുത്തെ ശരി ഉത്തരം. കണ്ടോ, ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം ഷില്ലോങ്ങിന്റെ മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള ഒഴികെ 1972 ജനുവരി 21 മുൻപ് അസാമിലെ ഗോത്ര മേഖലകൾ ഉൾപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ എന്ന്. അതായത് പറഞ്ഞാൽ 1972 ജനുവരി മാസം 21 മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം പട്ടികയിൽ ഗോത്രവർഗ പ്രദേശങ്ങളായി പറഞ്ഞിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും എന്തു തന്നെയാണ്? ഗോത്രവർഗ പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെ ആസാമിലെ ഷില്ലോങ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്നില്ല എന്നത് മാത്രമാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയാലോ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെങ്കിൽ പഴയ CRPC 1973 ആണ്. അധ്യായം 1 പ്രാഥമികം, പ്രിലിമിനറി ആണ് അല്ലെ. അതിലെ വകുപ്പ് ഒന്ന് പറയുന്നു, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം എന്നിവയെ പറ്റി. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റിനെ പറ്റി പറയുന്നതാണ് എന്നറിയപ്പെടുന്നത് വകുപ്പ് 1. അപ്പൊ ഈ നിയമത്തിന്റെ ഷോർട്ട് ടൈറ്റിൽ എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ഷോർട്ട് ടൈറ്റിൽ എന്ത്? ചുരുക്കപ്പേര്. അപ്പൊ ചാടിക്കേറി BNSS എന്ന് പറയരുത്. ചുരുക്കപ്പേരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ 1 മുതൽ 531 വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ നിയമം, ഈ നിയമത്തിനെ എല്ലാം കൂടി ചേർത്ത് ചുരുക്കി എന്തു പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ പേര്, പൂർണ്ണമായ നാമം ഈ നിയമത്തിന്റെ, അതാണ് ചുരുക്കപ്പേര്. അല്ലാതെ ചുരുക്കിയ പേരെന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ഈ നിയമത്തിന്റെ ഷോർട്ട് ടൈറ്റിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്നതാകുന്നു. ഓക്കെ, എക്സ്റ്റെൻഡ് പറയുമ്പോഴാണ് ഈ നിയമം ഇന്ത്യയിൽ എവിടെയെല്ലാം ബാധകമാണ്? ഈ സംഹിതയിലെ കണ്ടോ 9, 11, 12 എന്നീ അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടവ ഒഴികെയുള്ള ഒരു വ്യവസ്ഥകളും ബാധകമല്ലാത്ത ചില പ്രദേശങ്ങൾ ഏതൊക്കെയാ? 1 നാഗാലാൻഡ് സംസ്ഥാനത്തിന്, ബി ഗോത്രമേഖലകൾക്ക്. അപ്പോ ഗോത്രമേഖലകൾ നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ CRPC, പഴയ CRPCയിലെ അല്ലെങ്കിൽ പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 3 അധ്യായങ്ങൾ മാത്രമേ ബാധകമുള്ളൂ. ഏതൊക്കെയാ? 1 9 2 11 3 12. കിട്ടിയല്ലോ. ഗോത്രവർഗ മേഖലകളുടെ വിശദീകരണം എന്താണ്? ഈ വിഭാഗത്തിൽ ഗോത്രപ്രദേശങ്ങൾ എന്നാൽ 1972 ജനുവരി 21 തൊട്ടു മുൻപ് ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഖണ്ഡിക 20 പരാമർശിച്ചിരിക്കുന്നത് പോലെ ഷില്ലോങ് മുനിസിപ്പാലിറ്റിയുടെ പ്രാദേശിക പരിധിക്കുള്ളവ ഒഴികെ അസാമിലെ ഗോത്രവർഗ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുന്നു. അവിടെ ഗോത്രവർഗ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിലെ, ഓർത്തിരിക്കണം, ഷില്ലോങ് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള പ്രാദേശിക പ്രദേശങ്ങൾ ഉൾപ്പെടുന്നില്ല. ബാക്കിയെല്ലാം ചേർത്താണ് ഗോത്രവർഗ പ്രദേശങ്ങൾ. അപ്പൊ ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ? 6-ാം ഷെഡ്യൂളിൽ ഖണ്ഡിക 20 കൂടി ഓർക്കണം. ഈ ഡേറ്റ് ഓർക്കണം. 1972 ജനുവരി 21 തൊട്ട് മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളാണ് ഗോത്രവർഗ പ്രദേശങ്ങൾ. ക്ലിയർ ആണെന്നുണ്ടല്ലോ. അപ്പൊ CRPC നിയമം ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണോ ഒന്ന് പറഞ്ഞേ? അതോ ബാധകമാണോ? ബാധകമാണെന്ന് തന്നെ പറയണം. പക്ഷേ എന്താണ് പക്ഷേ? ഈ നിയമത്തിലെ 3 വ്യവസ്ഥകൾ മാത്രമാണ് നാഗാലാൻഡ് അതുപോലെ ഗോത്രപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ബാധകം. ഗോത്രപ്രദേശങ്ങൾ ഏതാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഏതൊക്കെയാ? 3 അധ്യായങ്ങൾ 9, 11, 12. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടം വന്നാൽ, ഇപ്പോൾ ഒരു ദുരന്തമോ പകർച്ചവ്യാധിയോ യുദ്ധമോ മറ്റെന്തെങ്കിലും ഒരു ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ
ആ സമയത്ത് ഈ മൂന്ന് അധ്യായങ്ങളെ ബാധകമാകൂ എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഈ നിയമത്തിലെ മുഴുവൻ വ്യവസ്ഥകളും ആ പ്രദേശത്ത് ബാധകമാക്കാൻ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ടായിരിക്കും എന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. കണ്ടോ? എന്നാൽ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് വിജ്ഞാപനത്തിലൂടെ അത്തരം വ്യവസ്ഥകളോ അവയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നാഗാലാൻഡ് സംസ്ഥാനത്തിന്റെ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ അത്തരം ഗോത്ര മേഖലകളിലേക്കോ ബാധകമാക്കാവുന്നതാണ്. വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള അനുബന്ധമോ ആകസ്മികമോ അനന്തരഫലമോ ആയ പരിഷ്കാരങ്ങളോടെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ ആവശ്യം വന്നാൽ ഈ നിയമത്തിലെ എല്ലാ അധ്യായങ്ങളും ഇവിടെ ഗോത്രവർഗ മേഖലയിലെങ്കിൽ ഗോത്രവർഗ മേഖല, നാഗാലാൻഡെങ്കിൽ നാഗാലാൻഡ് നടപ്പിലാക്കാൻ ആർക്ക് അധികാരമെന്ന് സംസ്ഥാന സർക്കാരിനാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. യെസ്. ഇനി അവർ ഷോർട്ട് ടൈറ്റിൽ പറഞ്ഞു, എക്സ്റ്റെൻഡ് പറഞ്ഞു. ഇനി കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ നിയമം എന്ന് മുതലാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2024 ജൂലൈ മാസം 1 മുതൽ 2024 ജൂലൈ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. നമുക്കിതാ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കുക എന്താ ചോദ്യം. 2023 BNSS ഇലക്ട്രോണിക് മോഡിന്റെ നിർബന്ധിത ഉപയോഗം എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ പഴയ CRPs ഒക്കെയാണ്, അത് നമ്മൾ BNS ആക്കി മാറ്റും. ഉണ്ടോ? 2023 BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇലക്ട്രോണിക് മോഡിന്റെ നിർബന്ധിത ഉപയോഗം എന്താണ് എന്നാണ് ചോദിക്കുക. അപ്പൊ ഇലക്ട്രോണിക് മോഡ്, വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മോഡിന്റെ നിർവചനം, ഡെഫിനിഷൻ പ്രതിപാദിക്കുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വകുപ്പാണ് സെക്ഷൻ 2A അപ്പൊ 2A പ്രകാരം എന്താണ്? വിചാരണ സമയത്ത് മാത്രം, അന്വേഷണ സമയത്ത് മാത്രം, അന്വേഷണം രണ്ട് അന്വേഷണം വരാൻ കാരണം ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ ആണ്, മറ്റൊന്ന് ഇൻക്വയറി ആണ്. രണ്ടിന്റെയും മലയാളത്തിലെ അർത്ഥം അന്വേഷണം തന്നെയാണ്. ഒന്ന് കോടതിയും ഒന്ന് പോലീസും നടത്തുന്ന അന്വേഷണമാണ്. കോടതി ഒരു കേസിന്റെ തെളിവിലേക്കായി നടത്തുന്ന അന്വേഷണത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്നും, ഇതേ പ്രവൃത്തി കോടതി ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻക്വയറി ഇൻക്വയറി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ആൻഡ് ട്രയൽ, വിചാരണ എന്നിവയുടെ ഘട്ടങ്ങളിൽ ഓപ്ഷൻ ഡി തെളിവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം, ഇൻക്വയറി, വിചാരണ എന്നിവയുടെ ഘട്ടങ്ങളിൽ എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇതിൽ പറയുക? നിങ്ങളുടെ സിലബസിൽ നിർവചനം പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഒന്നാമത്തെ ഭാഗം കണ്ടോ, 2A ഡെഫിനിഷൻ പ്രതിപാദിക്കുന്ന അധ്യായം 1 സെക്ഷൻ 2. അതായത് പ്രിലിമിനറി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ വകുപ്പ് സെക്ഷനാണ് നിർവചനങ്ങൾ. 2A പറയുന്നു ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന ഭാഗം. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് പറയുന്ന വകുപ്പാണ് ഏത്? 2A 2A. 2A പ്രകാരം മുന്നോട്ട് വയ്ക്കുന്ന നിർവചനം എന്ത് പറയുന്നു? എന്താണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ? വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയകൾ, റെക്കോർഡ് ചെയ്യൽ, തിരയൽ, പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ തെളിവുകൾ ആയിട്ട് രേഖപ്പെടുത്തൽ എന്നിവയ്ക്കെല്ലാമായി ഉപയോഗിക്കുന്ന എന്താണ്? വീഡിയോ കോൺഫറൻസിങ്ങും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള എല്ലാത്തരം കാര്യങ്ങളെയുമാണ് വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു. നിങ്ങൾ പറയട്ടെ, എന്താണ് വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് ഉദ്ദേശിച്ചു? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ COVID-19 ഒക്കെ രൂക്ഷമായി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയം ഓർമ്മയുണ്ടോ? ആ സമയത്ത് കോടതികളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാ? വീഡിയോ കോൺഫറൻസിലൂടെയാണ്. ജഡ്ജി വീട്ടിലിരിക്കും, ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ അവിടുന്ന് വീഡിയോ കോൺഫറൻസ് വരെ പ്രതിയെ ഹാജരാക്കും, അല്ലേ? പ്രതിയോട് ചോദിക്കും എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും വീഡിയോ കോൺഫറൻസിലൂടെ. എന്നിട്ട് ശിക്ഷിക്കാനാണെങ്കിൽ ശിക്ഷിക്കും, ജാമ്യം കൊടുക്കാനാണെങ്കിൽ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലോ അല്ലാതെയോ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണമോ സംസ്ഥാന സർക്കാർ നിയമപ്രകാരം മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമമോ ഇതൊക്കെ തന്നെ വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവയാണ്. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയും മറ്റും തെളിവിലേക്കായിട്ടും അതുപോലെ തന്നെ തിരയലിന് വേണ്ടിയിട്ടും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും തിരിച്ചറിയൽ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും
അതുപോലെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വേണ്ടിയിട്ടും ഒക്കെ കോൺഫറൻസിലൂടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള നൂതന മാർഗത്തിലൂടെ നടത്തുന്ന ഈ പറയപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയമ നടപടികളെയും വീഡിയോ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് ഓർത്തിരിക്കണം. നമ്മൾ 2 കോഴ്സുകൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് WCPO CPO പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് 3 ക്രിമിനൽ നിയമങ്ങളും പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്കറിയാം, യൂണിഫോം തസ്തികയിൽ ഒരു ഡ്രൈവർ ആകാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങളുടെ യൂണിഫോം ഏതുമാകട്ടെ, പക്ഷേ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കോംബോ ബാച്ച്, PSC ഡ്രൈവർ കോംബോ ബാച്ച്, താഴെ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം, ഗ്രൂപ്പ് ആക്ടിവിറ്റിയും PDF നോട്ട്സും ലൈവ് മെന്റർഷിപ്പും ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ്സും എല്ലാം ഉള്ള വീക്കിലി എക്സാംസും എല്ലാം ഉള്ള ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ലൈവ് ക്ലാസ്സിൽ ഇനി നേരിൽ കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.